നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എപ്പിലെപ്സി അഥവാ ഫിറ്റ്സ് ഇവയൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ അകത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജിൻ്റെ ഭാഗമായി ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പക്ഷേ ഇത് കേവലം ശരീരത്തിൽ മാത്രമല്ല ഇതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ മേ ബി നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്കിനെ പോലും ചിലപ്പോൾ ഫിറ്റ്സ് ബാധിച്ചേക്കാം. അതായത് ഉദാഹരണം, ഇപ്പോൾ കുട്ടികളിൽ ഫിറ്റ്സ് ഉണ്ടായി. ഫിറ്റ്സ് ചിലപ്പം ഫുള്ളായിട്ട് മാറിയിട്ടൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ചിലപ്പോൾ ചില കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിസിറ്റ്, ഓട്ടിസം സ്പെക്ട്രം, അങ്ങനെ പിന്നെ ന്യൂറോ റിഗ്രഷൻ, അതായത് അവർ പഠിത്തത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിലും കുറച്ച് തവണ ഫിറ്റ്സ് വന്നതിന് ശേഷം അവരുടെ ആ പഠിത്തത്തിലെ ആ സ്കില്ല് കുറഞ്ഞു വരിക, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഫിറ്റ്സ് വരുന്നതിൻ്റെ ആ സമയത്ത്, അതായത് ഇക്ടൽ ആൻഡ് പോസ്റ്റ് ഇക്ടൽ ഫേസ്, ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അമിതമായ ഉത്കണ്ഠ, ഉന്മാദാവസ്ഥ, ചിലപ്പോൾ ഭയങ്കര ഡിപ്രഷൻ, ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണാറുണ്ട്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള അവസ്ഥയിൽ, അതായത് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫിറ്റ്സ് വരുന്ന കേസുകളിലാണെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ, പിന്നെ കൺഫ്യൂഷൻ, പിന്നെ ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠാവസ്ഥ, പിന്നെ പേഴ്സണാലിറ്റി ചേഞ്ചസ്, ഇവയെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിറ്റ്സിൻ്റെ എന്ത് തരം ഫിറ്റ്സാണ്, എത്ര തവണ ഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ തലച്ചോറിൽ അതുകൊണ്ടുണ്ടായ ഡാമേജ് എത്ര ആണ്, പിന്നെ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ, അതിൻ്റെ സ്റ്റിഗ്മ, ഇങ്ങനെ പല കാര്യങ്ങളും ഈ പേഴ്സണാലിറ്റി ചേഞ്ച് അഥവാ പെരുമാറ്റ വ്യത്യാസത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഫിറ്റ്സ് അഥവാ എപ്പിലെപ്സി ഉണ്ടായിരിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ആ പെരുമാറ്റ വ്യത്യാസം ചിലപ്പോൾ ആ അസുഖത്തിൻ്റെ തന്നെ ഭാഗമായിരിക്കും. അല്ലെങ്കിൽ അത് അവർ മനഃപൂർവ്വം ഉണ്ടാകുന്നതോ, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല അത് ആക്ച്വലി. അപ്പോൾ അത് അസുഖത്തിൻ്റെ ഭാഗമായി കൺസിഡർ ചെയ്യണം. അങ്ങനെ ഈ ഫിറ്റ്സ് ക്രോണിക് ആയിട്ടൊക്കെ ഉണ്ടാകുന്ന ആളുകളിൽ പെരുമാറ്റ വ്യത്യാസവും ബിഹേവിയറൽ ചേഞ്ചും ചിലപ്പോൾ മൂഡ് ഡിസോർഡറുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, അങ്ങനെയുള്ള ആളുകൾ നമ്മൾ എമ്പതറ്റിക്കായിട്ട് നമ്മൾ അവരെ കൺസിഡർ ചെയ്യുകയും അതിനുള്ള കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കുകയും അതുപോലെ തന്നെ ഫിറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരം പെരുമാറ്റ വ്യത്യാസങ്ങളെയും ആ സോഷ്യൽ സ്റ്റിഗ്മ കൊണ്ടുള്ള ആ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. നന്ദി.